ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 28-ാം തീയതിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ആവർത്തന പുസ്തകം 22-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ രസകരമായ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം എടുത്തു പറയണമെന്ന് ആഗ്രഹിക്കുന്നു. 5-ാമത്തെ വാക്യം, 22-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പുരുഷൻ്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ദൈവം വെറുക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് സ്ത്രീയുടെ വസ്ത്രം പുരുഷൻ ധരിക്കുക, പുരുഷൻ്റെ വസ്ത്രം സ്ത്രീ ധരിക്കുക. ഇതേക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഈ പുരുഷൻ്റെ വസ്ത്രം സ്ത്രീ ധരിക്കുക? അപ്പോൾ സ്ത്രീകളുടെ പാൻസ് ഇടുന്നത് തെറ്റാണ്, കാരണം അത് പുരുഷൻ്റെ വസ്ത്രമാണെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറയാനായിട്ട് സാധിക്കില്ല. കാരണം പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് പാൻസ് ഉണ്ട്, പുരുഷന്മാർക്കും പാൻസ് ഉണ്ട്. പുരുഷൻ്റെ പാൻസ് കണ്ടാൽ അത് വേറെയാണ്, തയ്ക്കുന്നത് വേറെ വിധത്തിലാണ്. സ്ത്രീയുടെ പാൻസും ധരിക്കുന്നത് വേറെ വിധത്തിലാണ്. പുരുഷന്മാർ ഷർട്ട് ഇടും, പക്ഷേ സ്ത്രീകളുടെ ഷർട്ട് വ്യത്യസ്തമാണ്. അത് കണ്ടാൽ അറിയാം. പുരുഷൻ്റെ ഷർട്ടും സ്ത്രീയുടെ ഷർട്ടും രണ്ട് വിധത്തിലാണ്. പുരുഷന് ഷൂ ഇടും, സ്ത്രീയും ഷൂ ഇടും, പക്ഷേ രണ്ടുപേരുടെയും ഷൂസ് തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. പുരുഷന്മാർ വാച്ച് കിട്ടും, സ്ത്രീകളും വാച്ച് കിട്ടും. പണ്ട് കാലത്തൊക്കെ സ്ത്രീകളുടെ വാച്ച് പുരുഷൻ്റെ വാച്ച് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാം. ഇന്നത്തെ കാലത്ത് ഇപ്പം കണ്ടാൽ പ്രയാസമാണ്. കാരണം ഇന്നിപ്പോൾ യൂണിസെക്സ് കൾച്ചർ എന്ന് പറഞ്ഞ ഒരു കൾച്ചർ വന്നിട്ടുണ്ട്. ആണും പെണ്ണും അല്ലാത്ത സംസ്കാരം എന്ന് പറയുന്നത്. ദൈവം പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് വേണ്ട. ഈ പുരുഷൻ സ്ത്രീയുടെ വസ്ത്രവും സ്ത്രീ പുരുഷൻ്റെ വസ്ത്രവും ധരിക്കുക എന്ന് പറഞ്ഞാൽ ആൾമാറാട്ടം നടത്തുക. സ്ത്രീയെ കണ്ടാൽ സ്ത്രീയാണെന്ന് തോന്നരുത്, പുരുഷനെ കണ്ടാൽ പുരുഷനാണെന്ന് തോന്നരുത്. അപ്പോൾ സ്ത്രീയെ കണ്ടാൽ പുരുഷനാണെന്നും പുരുഷനെ കണ്ടാൽ സ്ത്രീയാണെന്ന് തോന്നും. അല്ലെങ്കിൽ രണ്ടുപേരെയും കണ്ടാൽ സ്ത്രീയാണെന്നും പുരുഷനാണെന്ന് തോന്നരുത്, വേറെ എന്തോ നപുംസമാണെന്ന് തോന്നണം. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കൾച്ചർ. അപ്പോൾ അത് ദൈവം വിലക്കിയിട്ടുണ്ട്. ദൈവം പറഞ്ഞ ആണിനെ കണ്ട ആണാണെന്നും പെണ്ണിനെ കണ്ട പെണ്ണാണെന്ന് തോന്നണം. മറിച്ച് തോന്നത്തക്ക വിധത്തിൽ ആരും വസ്ത്രം ധരിക്കരുത്. അപ്പോൾ ഈ വിലക്കിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ആളുകൾ ഇന്ന് ചോദിക്കാറുണ്ട്. ഇന്ന് യൂണിസെക്സ് വസ്ത്രധാരണങ്ങൾക്കും കേശാലങ്കാരത്തിനും ഏറെ സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യൂണിസെക്സ് സെലൂണുകൾ തന്നെ നാട്ടിൽ എവിടെയും നമുക്ക് കാണാവുന്നതാണ്. എവിടെ ചെന്നാലും യൂണിസെക്സ് സെലൂണുകൾ കാണാം. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ പോലെ സ്ത്രീകളെയും സ്ത്രീകളെ പോലെ പുരുഷന്മാരെയും ഡ്രസ്സ് ചെയ്ത് വിടുന്നതായിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവയൊക്കെ. ഞാൻ പറഞ്ഞ പോലെ പുരുഷനെ പോലെ തന്നെ പാൻസും ഷർട്ടും ധരിക്കുന്ന സ്ത്രീകളിന്നുണ്ട്. അതൊക്കെ തെറ്റാണെന്ന് പറയാൻ സാധിക്കുമോ എന്ന ചോദ്യമല്ല. സ്ത്രീ എങ്ങനെ നോക്കിയാലും സ്ത്രീ ആയിരിക്കണം, പുരുഷനെ എങ്ങനെ നോക്കിയാലും പുരുഷനായിരിക്കണം. നിങ്ങൾക്കൊരു സ്ത്രീയാണോ പുരുഷനാണെന്ന് ഒരാളെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകത്തക്ക നിലയിൽ ഒരിക്കലും നിങ്ങൾ മുടിയുടെ കാര്യത്തിലായാലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും ചെയ്യാൻ പാടില്ല. പുരുഷൻ സ്ത്രീയുടെ വസ്ത്രവും സ്ത്രീ പുരുഷൻ്റെ വസ്ത്രവും ധരിക്കരുത് എന്ന് ശാസിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം സ്ത്രീ പുരുഷന്മാരെ ലിംഗാടിസ്ഥാനത്തിൽ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുതെന്നാണ്. ലിംഗാടിസ്ഥാനത്തിൽ പുരുഷൻ സ്ത്രീലിംഗവും പുരുഷലിംഗവും അവരുടെ ലിംഗങ്ങളെ അടിസ്ഥാനത്തിൽ ആളുകളെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിലുള്ളതായിരിക്കുന്ന ഒരു വസ്ത്രധാരണം അതൊരിക്കലും പാടില്ല. അതിന് അനുവാദമില്ല. അത് നമുക്ക് പാടില്ല. അത് ദൈവത്തിന് വെറുപ്പാണെന്നാണ് പറയുന്നത്. ദൈവത്തിന് വെറുപ്പുള്ള കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ദൈവത്തിന് വെറുപ്പുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ യൂണിസെക്സ് സമ്പ്രദായം അതിര് കവിഞ്ഞ് പോയിട്ടുണ്ടെന്നാണ്. കാരണം സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ മുടിയും വസ്ത്രവും ആക്കുന്ന രീതിയാണല്ലോ ഇന്ന് ഉള്ളത്. അതാണല്ലോ ബൈബിൾ വിലക്കിയിട്ടുള്ളത്. പെൺകുട്ടികൾ ധരിക്കുന്ന പാൻസ് പുരുഷന്മാർ ധരിക്കുന്ന പാൻസിൽ നിന്നും വ്യക്തമായ വ്യത്യസ്ത ഉള്ള പാൻസായിരിക്കണം. അതുകൊണ്ട് തന്നെ ഷർട്ടിനും വ്യക്തമായ വ്യത്യസ്തത വേണം. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് ധാർമ്മികമായി ശരിയല്ല. സ്ത്രീകളുടെ വസ്ത്രങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു കടയിൽ ഒരു പുരുഷൻ കയറി അവിടെ കിടക്കുന്ന വസ്ത്രങ്ങൾ വാങ്ങി ധരിച്ചാൽ ആ മനുഷ്യൻ നോർമൽ അല്ലെന്ന് ഞാൻ പറയും. അയാൾക്ക് എന്തോ ഒരു അബ്നോർമാലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ കടയിൽ കയറി സ്ത്രീയെ പാൻസും ഷർട്ടും വാങ്ങി ധരിക്കുകയാണെങ്കിൽ ആ സ്ത്രീയും ഒരു നോർമലായിട്ടുള്ള സ്ത്രീയല്ല, എന്തോ ഒരു അബ്നോർമാലിറ്റി ആ സ്ത്രീക്കുണ്ട് എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ സെക്ഷൽ ഐഡൻറ്റിറ്റി നിലനിർത്തണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പല ഭവനങ്ങളിലും ആൺകുട്ടികളെ പെൺകുട്ടികളുടെ വസ്ത്രവും പെൺകുട്ടികളെ ആൺകുട്ടികളുടെ വസ്ത്രവും ധരിപ്പിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരെങ്കിലും ഒരു ആൺകുട്ടിയെ വേണമെന്ന് വളരെ ആഗ്രഹിച്ചിരുന്നു. ആദ്യത്തെ പെൺകുട്ടി, രണ്ടാമത്തെ പെൺകുട്ടി, മൂന്നാമത്തെ ആൺകുട്ടിയാണെന്ന് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ജനിച്ചപ്പോൾ ഒരു പെണ്ണാണ്. അപ്പോൾ പിന്നെന്താ അവർ ചെയ്യുന്നത്? ഈ ജനിച്ച പെൺകുട്ടിയെ ഒരു പെൺകുട്ടിയായി വളർത്താതെ ഒരു ആൺകുട്ടിയെ വളർത്താനായിട്ട് ശ്രമിക്കുകയാണ്. അവിടെ
മുടിയൊക്കെ ആൺകുട്ടിയുടെ മുടി പോലെ വളർത്തി ഒക്കെ എടുത്ത് ആൺകുട്ടിയുടെ വസ്ത്രമൊക്കെ ധരിപ്പിച്ചൊക്കെ എടുക്കും. മറിച്ചും ചിലർ ചെയ്യും, അവർക്കൊരു പെങ്കൊച്ചിനെ വേണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു, ജനിച്ച എല്ലാം ആൺകൊച്ചാണ്. അപ്പോൾ അവസാനത്തെ ജനിച്ച ആൺകൊച്ചാണെങ്കിലും അതിൻ്റെ മുടിയൊക്കെ നീട്ടി റിബണൊക്കെ കെട്ടി അതുപോലെ തന്നെ അതിനെ പെൺകുട്ടികളുടെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് വളയൊക്കെ ഇട്ട് അതിനെ പൊട്ടുമൊക്കെ തൊട്ട് അതിനെ ഇങ്ങനെ പെണ്ണായിട്ട് കൊണ്ട് നടക്കുന്നതായിരിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തെറ്റാണ്. പൊട്ട് എവിടെ ഇടുന്നത് ശരിയാണെന്നുള്ള എൻ്റെ ചോദ്യം. എന്നാൽ ഇനി പെണ്ണാണ് എന്ന് കാണത്തക്കവണ്ണം, പെണ്ണാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യത്തക്കവണ്ണം ഉള്ളതായിരിക്കുന്ന വികൃതികളൊക്കെ അങ്ങനെ ചെല്ലും. ഇന്നിപ്പോൾ കാലത്ത് ട്രാൻസ്ജെൻഡറിസം ഒക്കെ വളരെയധികം നടക്കുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതൊന്നും ദൈവവചനം അനുവദിക്കുന്ന കാര്യങ്ങളിൽ അതൊക്കെ തിന്മയാണ്. വചനത്തിൻ്റെ പ്രമാണങ്ങളെ മാനിച്ചുകൊണ്ട് വേണം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താൻ. വചനത്തിൻ്റെ പ്രമാണങ്ങളെ മാനിച്ചുകൊണ്ട് വേണം നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കാൻ. ഇതൊക്കെ 4000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്ന നിർദ്ദേശമാണ്. ആ നിർദ്ദേശങ്ങൾക്കൊന്നും ഈ അടുത്ത കാലം വരെ വ്യത്യാസം വന്നിരുന്നില്ല. ഈ കുറച്ചൊക്കെ 10-20 വർഷമേ ആയുള്ളൂ ഇതിനൊക്കെ വ്യത്യാസം വരുത്താൻ തോന്നിയിട്ട്. എന്താ മാനസിക രോഗമോ വിഭ്രാന്തിയോ എന്താണെന്നതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അവരൊക്കെ മാനസിക രോഗികളാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ വസ്ത്രം അല്ല പുരുഷൻ്റെ വസ്ത്രം ധരിക്കണമെന്ന് ആഗ്രഹം വരുമ്പോൾ എന്താണ് അവൻ നോർമലാണോ? അവൻ നോർമലല്ല. ഒരു പുരുഷന് സ്ത്രീയുടെ വസ്ത്രം ധരിക്കണമെന്ന് ആഗ്രഹം വരുമ്പോൾ നോർമലാണോ? നോർമലല്ല. ഒരു സ്ത്രീക്ക് പുരുഷനാകണമെന്നും ഭർത്താവാകണമെന്നും ആഗ്രഹം വരുന്നത് നോർമലാണോ? അത് നോർമലല്ല. അതുപോലൊരു പുരുഷന് ഭാര്യയാകണമെന്നും തനിക്കൊരു ഭർത്താവിനെ വേണമെന്നും ആഗ്രഹം വരുന്നത് നോർമലാണ്. അതൊന്നും നോർമലല്ല. അതൊക്കെ പെർവേർട്ടഡ് ഡിസയറാണ്. അപ്പോൾ ദൈവം അതൊക്കെ വിലക്കിയിട്ടുണ്ട്. ദൈവം പറഞ്ഞത് ആണായി ഞാൻ സൃഷ്ടിച്ചവരെ ആണായി തന്നെ വളരുകയും വളർത്തുകയും ചെയ്യണം, പെണ്ണായി ഞാൻ സൃഷ്ടിച്ചവരെ നിങ്ങൾ പെണ്ണായി തന്നെ അംഗീകരിക്കുകയും വളരുകയും വളർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. മറിച്ചൊന്നും ആകാനായിട്ട് പോകരുത്. അപ്പോൾ ഈ അധ്യായത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് സമൂഹത്തിൽ നടക്കുന്നതായിരിക്കുന്ന വലിയൊരു തിന്മയാണ്. ആ തിന്മയ്ക്കെതിരെ നാം ശബ്ദിക്കേണ്ടത് ആവശ്യമാണ്. ആ തിന്മയ്ക്കെതിരെ നാം പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്. ലോകത്ത് നടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മെജോറിറ്റി ചെയ്യുന്നത് കൊണ്ടോ ഒന്നും ശരിയാകണമെന്നില്ല. അങ്ങനെ മെജോറിറ്റി നോക്കിയൊന്നുമല്ല കാര്യങ്ങൾ ശരിയും സത്യവും മനസ്സിലാക്കുന്നത്. മെജോറിറ്റി സിംപ്ലി കാണിക്കുന്നത് ഒന്നുകിൽ മെജോറിറ്റി റോങ് ആണല്ലേ മെജോറിറ്റി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഉള്ളൂ, അല്ലാതെ മെജോറിറ്റി ശരിയാണെന്ന് കാണിക്കുന്നില്ല. ഒരു ഭർത്താവ് ഒരു പുരുഷനായിരിക്കും, എപ്പോഴും ഒരു ഭർത്താവ്, പിതാവ് ഒരു പുരുഷനായിരിക്കും, അമ്മ ഒരു സ്ത്രീ ആയിരിക്കും, ഭാര്യ ഒരു സ്ത്രീ ആയിരിക്കും. അല്ലാതെ ഉള്ളതായിരിക്കുന്ന സെക്ഷൽ ഐഡൻറ്റിറ്റി ഒന്നും ദൈവം അനുവദിക്കുന്ന ഐഡൻറ്റിറ്റി അല്ല, നമ്മൾ മാനിക്കുന്ന ഐഡൻറ്റിറ്റിയും അല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം വച്ചിരിക്കുന്ന പ്രമാണങ്ങളെ നമുക്ക് അങ്ങേയറ്റം ശ്രദ്ധയോടെ പാലിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.